ഒറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയ ദിനാശംസകൾ. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് മണി ബ്ലോക്കാണ്. എന്താണ് നിങ്ങളുടെ മണി ബ്ലോക്ക് അത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 7 of Cups ആണ്. 7 of Cups എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും പെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. ആ ബ്ലാക്ക് ഡ്രസ്സ് ദുഃഖത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അയാൾക്ക് ചില അഡിക്ഷൻസും ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും പെട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒന്നും നേരാവണ്ണം ആകാത്തതാണ് മണി ബ്ലോക്ക്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ കാർഡ് പറയണത് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു ജോലിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ്. അതാണ് സെക്കൻഡ് കാർഡ് പറയുന്നത് ഏസ് ഓഫ് വാൻസ്. പുതിയൊരു ഏതെങ്കിലും ഒരു ജോലി ചേരുക, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കൃഷിക്കാരൻ്റെ കാർഡാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുടെ കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഈ വ്യക്തിക്ക് പേടിയുണ്ട്, ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. പക്ഷേ റിസ്ക് എടുത്തിട്ട് മുന്നോട്ടിറങ്ങി ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ പല കാര്യങ്ങളിലും അറ്റ് എ ടൈം ചെയ്താൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ ഒരു പുതിയ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും എന്നാണ് ഈ കാർഡ് പറയണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.